ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം നസീറിക്ക, ബിജുക്കോട്ട ചേട്ടാ ആൻഡ് ബക്രു ചേട്ടാ. നമസ്കാരം. എവിടെയായിരുന്നു? അല്ല, കുറച്ച് എപ്പിസോഡുകൾ ഇവിടെ പുറത്തുണ്ടായിരുന്നു. ഒരു ഗ്യാപ്പ് കിട്ടിയില്ല. നമ്മുടെ സിനിമയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതിന്റെ പ്രൊമോഷനും അതിന്റെ പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. വീണ്ടും ഐറ്റം വേറെയിൽ വന്നിരിക്കും. തിരക്കിന്റെ ഒക്കെ ഇടയ്ക്ക് നസീറിക്ക ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഇവിടെ വരാൻ കാണിക്കുന്ന വലിയ മനസ്സ്. അതെ, നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു നല്ല കയ്യടി നമ്മൾ പകർച്ചയാണ്. സ്കിറ്റ് തന്ന് കാണിച്ച് ചിരിപ്പിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ പണ്ടത്തെ പോലെയല്ല, ഞങ്ങളിപ്പോ 250% ഗ്യാരണ്ടി അല്ലേ? ചിലപ്പോ വേറെ ലെവലിലെത്തിക്കും. അതുകൊണ്ടല്ലേ ഒരു മാസത്തിൽ 2 തവണയെങ്കിലും അച്ഛൻ വരും ആൾക്കാരായിട്ട്. ഇപ്രാവശ്യം വന്നിരിക്കുന്ന ഇന്റർനെറ്റ് DTP ആൻഡ് ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷനിലെ കേരളത്തിലുള്ള എല്ലാ ഭാരവാഹികളെയും എല്ലാരെയും വിളിച്ചുകൊണ്ടാണ് അച്ഛൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യത്തെ സ്കിറ്റ് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് തരട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ, പിന്നെ ഒരു പുതിയ കോമ്പിനേഷനോടെ ആണോ? പോൾ ചേട്ടനുണ്ട്, ബാസ് ചേട്ടനുണ്ട്, കൂടെ അനീഷ് ബ്രോ. അപ്പൊ ഒരു നല്ല കൈഡി എടുത്ത് നല്ല സ്കിറ്റ്. ഹലോ, തോമസ് മേക്കോവർ സ്റ്റുഡിയോ സ്പീക്കിംഗ്. ഹലോ ചേട്ടാ, ഇന്നലെ അവിടുന്ന് ഫേഷ്യൽ ചെയ്തിട്ട് പോയിട്ട് ആളാ. പറഞ്ഞു. ഞാനാ ഇപ്പൊ വീട്ടിൽ വന്ന് കയറിയപ്പോഴേ എന്നെ ഒരു മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. അറിയില്ല. അതാണ് തോമസ് മേക്കോവർ സ്റ്റുഡിയോ. ഇവിടെ മേക്ക് ഓവർ ചെയ്തിട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യൻ തിരിച്ചറിയും. കറക്റ്റാ. ഞാനൊരുമാതിരി കറുത്ത് കരിവാളിച്ച് കരികുരകനെ പോലെ ഇരിക്കുന്നത് ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ റോങ് നമ്പർ. കട്ട് ചെയ്തിട്ട് കാര്യമില്ല, സ്വിച്ച് ഓഫ് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ ഇത് കൂട്ട് വിളിയും തെറിയായിരിക്കും. ഹലോ, അതെ ഞാനേ നിങ്ങളുടെ ഈ ബ്യൂട്ടി പാർലറിൽ ഫോണിലോട്ട് ഞാൻ കുറെ നേരം വിളിച്ചിട്ടോ. നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് കേട്ടോ. ഇന്നലെ ഒരു ഫേഷ്യൽ ഉണ്ടായിരുന്നു. തലേ ദിവസം ഫേഷ്യൽ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം സ്വിച്ച് ഓഫ് ആയിരിക്കും. സംഭവം എനിക്കും കൂടി ഒരു ഫേഷ്യൽ ചെയ്യണമായിരുന്നു. അപ്പൊ നാളെയും സ്വിച്ച് ഓഫ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? അല്ല, ഒന്നുമില്ല. എന്ത് ഫേഷ്യലാണ് ചെയ്യേണ്ടത്? നാളെ കല്യാണമാണ്, അപ്പൊ അതിന് പറ്റിയ ഫേഷ്യൽ ചെയ്യണം. തന്റെ പേരെന്നാ? എന്റെ പേര് കതിരേഷ്. കതിരേഷിന് എന്നാ പ്രായമുണ്ട്? എനിക്ക് 47 വയസ്സുണ്ട്. 47ാമത്തെ വയസ്സിനാണോ പെണ്ണ് കെട്ടാൻ നടക്കുന്നത്? അങ്ങനെ ഒരു സാഹചര്യം. താൻ കെട്ടാൻ പോണ പെണ്ണിന് എത്ര വയസ്സുണ്ട്? നമുക്ക് 24 വയസ്സുണ്ട്. എന്റെ കതിരേഷേ, ഈ കതിരെ കൊണ്ട വളം വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സാഹചര്യം, വീട്ടിലെ സാഹചര്യം അങ്ങനെ. വീട്ടിലെ സാഹചര്യം അങ്ങനെ. എന്നാ സംഭവം എന്നറിയോ? വീട്ടില് ഞങ്ങൾ കല്യാണം കഴിക്കാത്ത മെയിൻ കാര്യം, ഞങ്ങൾക്ക് വീട്ടില് ജാതക ദോഷം ഉണ്ടായിരുന്നു. ജാതകദോഷന്റെ വിഷയം. ഞങ്ങൾ 3 ആമക്കളാ. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിച്ച അമ്മാവന് ദോഷമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കെട്ടാൻ തരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ 3 പേരും കെട്ടിയില്ല? ഇല്ല, മൂത്ത ചേട്ടൻ കെട്ടി. മൂത്ത ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ ഇനി വിളിച്ചോണ്ട് വരുവായിരുന്നു. പ്രേമം. അപ്പൊ അമ്മാവന് ദോഷമായില്ലേ? പിന്നെ അമ്മാവന് ദോഷമായി. അമ്മാവന് ദോഷം എന്ന് പറഞ്ഞാൽ അമ്മായി പിണങ്ങി പോയി, അമ്മാവൻ ഇട്ടിട്ട് പോയി. അമ്മാവനപ്പൊ വേറൊരു പെണ്ണിനെ കെട്ടി. കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ, രണ്ടാമത്തെ ചേട്ടനാണ് ഈ ജാതകത്തിൽ ഒരു വിശ്വാസമില്ല. അങ്ങനെ വിശ്വാസം എവിടുന്നാണോ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്നു. അപ്പൊ അമ്മാവന് ദോഷമായി. അമ്മാവൻ രണ്ടാമത് കെട്ടിയ ആ പെണ്ണുമ്പളെ പിണങ്ങി പോക്കളഞ്ഞു. അമ്മാവനെ ആരും നിർബന്ധിച്ചില്ല, അമ്മാവൻ സ്വയം നിർബന്ധിച്ച് അമ്മാവൻ വീണ്ടും കെട്ടി. അങ്ങനെ കെട്ടി. ഇനിയിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പ്രശ്നമാവും, അമ്മാവന് പ്രോബ്ലം ആവും. അപ്പൊ പിന്നെ അമ്മായി പണങ്ങി പോകും, അമ്മാവ് പിന്നെ വീണ്ടും കെട്ടേണ്ടി വരും. അമ്മാവന് ഓരോരോ ദോഷങ്ങളെ. അതിരേഷേ, നീ പറഞ്ഞു വെച്ച നിന്റെ അമ്മാവന് ദോഷമല്ല, അടിച്ച കോള. എന്നെ ഒന്ന് സംഭവം ഒന്ന് റെഡിയാക്കി. അല്ല പിന്നെ ഏതായാലും മകൻ തുടങ്ങാം. കാത്തോളേ, അങ്ങയുടെ കയ്യിലാണ്. തുടങ്ങുവാ. എന്താണ് പ്രാർത്ഥനയൊക്കെ? ആയുധം വെച്ചുള്ള കളിയല്ലേ? ആയുധം വെച്ചുള്ള കളി പഠിക്കില്ല, കത്രയ്ക്കൊന്നും പറ്റില്ല. നമുക്ക് എന്നാ ചെയ്യേണ്ടത്? അതറിയാൻ മേലാതെയാണോ ഈ സാധനം ഉണ്ടാക്കി? എനിക്കറിയാം. പിന്നെ എന്താണ് തന്റെയും കൂടി അഭിപ്രായം കിട്ടിയാൽ ആ രീതിക്ക് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആദ്യം കാര്യം ഫേഷ്യൽ ചെയ്യാം. പെണ്ണ് ഭയങ്കര ഗ്ലാമറാ ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഒരു കാര്യം, എന്റെ കവിളിങ്ങനെ ഒട്ടിയിരിക്കുവാണല്ലോ, അത് നമുക്ക് കുറച്ച് പുറത്തേക്ക് ഇങ്ങ് ചാടിക്കണം. ഇവിടെ നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം. അതുപോലെ എന്റെ താടി എന്ന് പറയുമ്പോൾ നീണ്ട താടിയല്ലേ, അപ്പൊ അതൊന്ന് അടിച്ച് നമ്മളൊന്ന് കയറ്റിയിട്ട് റൗണ്ട് ആക്കി എടുക്കണം. അതുപോലെ എന്റെ മൂക്ക് നീണ്ട മൂക്കല്ലേ, അത് നമുക്കൊരു ഓവൽ ഷേപ്പ് ആക്കി എടുക്കണം. പിന്നെ കണ്ണുണ്ടല്ലോ, കണ്ണ് കുത്തി പൊട്ടിക്കണം. കണ്ണൊന്ന് തെളിച്ചെടുക്കണം. എഴുതി വെച്ചേക്കണ എന്നതാ? അത് ബ്യൂട്ടി പാർലറിനല്ലേ, അല്ലാതെ ലെയ്ത്തെന്നാണോ? ഈ പറയുന്ന വർക്കൊക്കെ ചെയ്യണം, നിന്നെ വല്ല ലെയ്ത്തിലും കയറ്റി ഇറക്കണം. മുഖം വിട്ട് നമുക്ക് മുടിയെ പിടിക്കാം. മുടി നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? മുടി ബുദ്ധിപരമായിട്ടാണെങ്കിൽ ഇത് തൊടാതിരിക്കുന്നതാണ് ബുദ്ധി. അങ്ങനെ അല്ല, എന്തെങ്കിലും ഒന്ന് മുടിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റും. മിലിറ്ററി അടിച്ചാലോ? അങ്ങനെ ഒരു പണി ഞാൻ പോയി എന്നെങ്കിലും ടച്ചിങ്ങിനും മേടിച്ചു സാധനം എടുത്ത് വെച്ചോ. അത്രയൊക്കെ ഞാൻ കുത്തിത്തരും. ഇത് മിലിറ്ററി കോട്ട കൂച്ചുന്ന കാര്യമല്ല പറഞ്ഞത്. മിലിറ്ററി കട്ടിങ്
മുടിയിലൊരു കട്ടിങ് ആണത്. ഞാൻ പറയട്ടെ, അത് പറ. ചേട്ടൻ എന്നെ ഉണ്ടല്ലോ, ആ. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ നാട്ടുകാർ കണ്ടാ പറയണം, ആ. ഒരു ടൊവീനോ ലുക്ക്. എന്താണ് എന്റെ പുറകെ നടക്കുന്നത്? എന്താണ് ചുറ്റിനും നടക്കുന്നത്? നിന്നെ എവിടെ തൊട്ട് ടൊവീന ആക്കണം ഞാൻ ടൊവീനോ വേണ്ട, അതിവിടെ ഞാൻ പറയണ കേക്ക്. ചേട്ടാ, സംഭവം എന്താ ചേട്ടാ, ഞാൻ പറഞ്ഞില്ല എനിക്ക് 47 വയസ്സുണ്ടല്ലോ, അവക്കാണ് 24 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ ഈ 47 എന്നെ ഒരു 32 കൊണ്ട് എത്തിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പഴയ അംബാസിഡർ പണിത് ബെൻസ് ആക്കി തരാം. ഇതൊന്നും സംഭവം ഒന്നും ആക്കി തന്നെ 32 ആക്കി തരാൻ പാടില്ലേ? ഒരു 29 ആക്കിയാലോ? അയ്യോ, 29 വേണ്ട. അതിനാ? അത് പിന്നെ അവക്ക് ബഹുമാനം ഉണ്ടാവില്ല, ബ്രോ എന്നൊക്കെ കയറി വിളിക്കും. അത് വേണ്ട, നമുക്കൊരു 32 അല്ലെങ്കിൽ ഒരു 31, 30 താഴെ പോകണ്ട, അത്ര ആക്കിയാ മതി. 30 ആക്കിയാ സംഭവം തരാടാ. അതെ, പിന്നെ എന്റെ പെണ്ണിന് 24 വയസ്സല്ലേ? 24 വയസ്സുള്ളൂ. ഈ പെണ്ണിനെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പൊ ഇത് വെച്ചിട്ട് എനിക്ക് ഫ്രണ്ടിൽ ഫോട്ടോ എടുത്തിട്ടേക്കൂല്ലേ, നോക്ക്. ഓ, സഹിക്കാൻ പറ്റണല്ലോ കേട്ടോ. പിന്നെ പറഞ്ഞു എന്നാ സഹിക്കാൻ പറ്റണില്ലെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. 24 വയസ്സുള്ള സുന്ദരിയായ പെങ്കൊച്ച് നിന്നെ വിവാഹം കഴിച്ചാൽ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റും. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. ഈ കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞപ്പോ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഒരു 15 ദിവസത്തേക്ക് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ടൊരു ഏജൻസിനെ ഏൽപ്പിച്ച് ഞാൻ ഇത് അന്വേഷിപ്പിച്ചു. അത് വേണം, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പിടിക്കാൻ പറ്റും. ഒന്നുമില്ല, ക്ലിയർ പെണ്ണ്. ആണോ? തുമ്പിയെ പോലെ പാറി പറഞ്ഞ് നടക്കണ പെണ്ണ് ആണെന്ന്. സംഭവം എന്നറിയോ, സംഭവം അവർക്ക് ഡിമാൻഡ് ഉണ്ട്. കാണും, ഡിമാൻഡ് കാണും, അല്ലാതെ കല്യാണം സമ്മതിക്കല്ല. എന്തെങ്കിലും ഡിമാൻഡ് കാണും. എന്താ ഡിമാൻഡ്? അവരുടെ ഡിമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് കെട്ടാൻ പോണ ചെറുക്കനെ പെണ്ണിനേക്കാളും വിദ്യാഭ്യാസം വേണമെന്നൊരു നല്ല കാര്യം കേട്ടോ. ഈ പെണ്ണിന്റെ സൗന്ദര്യം സ്വർണ്ണമൊന്നും അല്ല കാര്യം, വിദ്യാഭ്യാസമാണ് ഈ സമയത്ത് വേണ്ടത്. ആ പെണ്ണിന് എന്ത് വിദ്യാഭ്യാസം ഉണ്ട്? അവള് 7ാം ക്ലാസ് ഫെയില്, നീയോ? ഞാൻ 8ാം ക്ലാസ് പാസ്. ഒറ്റ 8 മാസത്തിലാണ് ഈ കല്യാണം പാസ്സാക്കി എടുത്തത് അല്ലേ? ഫേഷ്യൽ അങ്ങ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ബാക്കി കളത്തിൽ കിടക്കാം. ഓക്കെ, നല്ല ഫേഷ്യൽ നോക്കി ചെയ്യണ്ട, കാരണം 47 കയറി വന്നോണ്ടേ 30 നിർത്തണം കേട്ടോ എന്നെ. ആ റൗണ്ട് ഒപ്പിച്ച് ഞാനങ്ങ് നിർത്തും. അത് മതി, അത് മതി. അല്ല കതിരേഷേ, കല്യാണമൊക്കെ അല്ലേ? അതെ, നമുക്ക് ഈ ഉണ്ണി അങ്ങ് കരിച്ചാലോ? പറഞ്ഞല്ലേ നാളെ കല്യാണം. എന്താണ് നിന്റെ കല്യാണമാണോ നാളെ? ആ പെടലിയിലേക്ക് ഇരിക്കണ പാലുണ്ണി അങ്ങ് കരിച്ചു കളഞ്ഞാലോ എന്ന് ചോദിച്ചാൽ അത് മെനകേടാണ്. ഇതാ പാലുണ്ണി കരിക്കണം. എന്നാ ഇവിടെ വന്ന് ഇരിക്കണം, പാലുണ്ണി കരിക്കണം. കതിരേഷേ, എന്തോ കല്യാണമൊക്കെ തീരുമാനിച്ചു. അതെ. ഹണിമൂൺ എങ്ങോട്ടാ പ്ലാൻ ചെയ്തേക്കണേ? ഹണിമൂൺ ഇതുവരെ ഒരു പ്ലാനിങ് ആയില്ല ചേട്ടാ, എവിടെ പോകണം എന്നുള്ള. അതെന്നാ പരിപാടി? ഞാനൊരു പറയട്ടെ, പറഞ്ഞു കുളു മണാലി പോയാൽ ബെസ്റ്റ് ആയിരിക്കും. കുളു മണാലി വേണ്ട, അതിന് തണുപ്പടിച്ചു കഴിഞ്ഞാല് ജോയിന്റ് പെയിനും കാലിനും മരം. ഏജിന്റെ ഒരു പ്രശ്നം. പണി ഗോവയ്ക്ക് വിട്ടു, അവിടെ ആകുമ്പോ കടലിൽ ചാടി മറിയാം. കടലിൽ ചാടാൻ പറ്റത്തില്ല, തലയ്ക്ക് നീരിളകും. പിന്നെ ഇവിടെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് കോളർ ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും. ഹണിമൂണിന് പെടലിൽ ബെൽറ്റ് വിട്ട് നടക്കാൻ വല്ല കാര്യമുണ്ട്? അത് വേണ്ട, പണി ഗോവ വിട്ടുകൂടി രാജസ്ഥാനിലേക്ക് വിട്ടു. മരുഭൂമിയിലൂടെ ഒരു യാത്ര അടിപൊളിയായിരിക്കും. മണൽക്കാറ്റ് അടിച്ചു കഴിഞ്ഞാലേ എനിക്ക് ആസ്മയുടെ അസുഖമുണ്ട്. അവ ഈ തുമ്മലും ഇതൊക്കെ വന്ന് പിന്നെ അത് ഭയങ്കര പ്രശ്നമാവും. രാജസ്ഥാൻ വേണ്ട. അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് നിനക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമേ ഉള്ളൂ. ഏതായിട്ടാ അത്? കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല. പെണ്ണിനൊരു ട്രിപ്പും ആവും, നിന്റെ സൂക്കേടും മാറും. അതല്ല ഞാൻ നോക്കിട്ട് ഞാൻ എവിടെയെങ്കിലും പൊക്കണം, നിങ്ങൾ ബാക്കി പണി ചെയ്ത് തീർന്നോ? ഫേസിൽ തീർന്നോ? തീരുവിടാ. ഇപ്പൊ നീ ധൃതി പെട്ടെന്ന് ഇട്. ചെയ്യാന്ന് ഞാനിത് ചെയ്തു വരുമല്ലേ. അപ്പൊ സംഭവം കുറച്ച് ചെറിയ ചെറിയ പരിപാടികളേ ഉള്ളൂ. കഴിയുമ്പോ സംഭവം തീർന്നു. 32 എത്തൂല്ലോ അല്ലേ? 32 ഇപ്പൊ തന്നെ ഒരു 30 എത്തിയോ? 30 എത്തി. 29 പോലെ. ഞാൻ കറക്റ്റ് റൗണ്ട് ഒപ്പിച്ച് 30 നിർത്തിയാ പോയി. ഒന്നും പേടിക്കാനില്ല കേട്ടോ. വിളഞ്ഞ സാധനം. വിളഞ്ഞത് തിന്നോ? കണ്ണി വെക്കേണ്ട സാധനമാണ് കുക്കമ്പറോ? പിന്നെ അതെ, ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ സാധനം വട്ടത്തിൽ അരിഞ്ഞിട്ട് കുരുമുളക് ഉപ്പിട്ട് തിന്നുമായിരുന്നു. ആരോട് പറയാൻ? കുരുമുളക് പൊടി ഉപ്പിട്ട് തിന്നു വെക്കാനാണത്? കണ്ണി വെക്കാനാണത്. ഞാൻ വെക്കെടുത്ത് വെക്കെടുത്തു. അത് തീറ്റയും കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്. ഞാനേ പാക്കുണങ്ങിട്ട് വരാം. അപ്പൊ നിങ്ങൾ എന്നെ ഇവിടെ കിടത്തിയിട്ട് അടക്കാ ഉണക്കാൻ പോവാണോ? പാക്കുണക്കാൻ പോവെന്ന് പറഞ്ഞ് വെളിവില്ലാത്തവനെ നിന്റെ മുഖത്തിട്ട് അങ്ങനെ ഫേസ് പാക്ക് ഉണ്ടല്ലോ, അത് ഉണങ്ങണേ 15 മിനിറ്റ് എടുക്കും. അത് കഴിയുമ്പോ ഞാൻ വരാന്ന് പറഞ്ഞ കേട്ടോ. അനങ്ങാതെ അവിടെ ഇരി. ഒരു കുക്കുമ്പർ. കുക്കുമ്പർ നിങ്ങളല്ലേ കണ്ണി വെച്ചു. ഇത് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ കടം വേണമായിരുന്നു. എത്ര? ഒരു 500 10 നോട്ട്.
5000 രൂപയാണോ ചോദിച്ചു? പറഞ്ഞ ചേട്ടൻ ഷോക്ക് അടിച്ച് ഒരുമാതിരി ആവൂല അവരാണ് ഭയങ്കര ബുദ്ധിമാനാണോ നീ? അത്യാവശ്യം എന്താ കാര്യം? എന്താ വിഷയം? കാര്യം പറയാൻ നാളെ ഒരു കല്യാണം. എടാ ഇപ്പോഴത്തെ കല്യാണത്തിന് ആരെങ്കിലും 5000 രൂപ കൊടുത്തു? ഒരു 500 രൂപ പേരെഴുതാത്ത ഗവർണർ കൊടുക്കാൻ പോലും. സംഭാവന എടുക്കാനല്ല, എന്റെ കാമുകിയുടെ കല്യാണ. കാമുകിയുടെ കല്യാണത്തിന് 5000? വെളിവുള്ള ഏതെങ്കിലും കാമുകിയുടെ കല്യാണത്തിന് അല്ലേട്ടാ, ഇന്ന് അവൾ എന്റെ കൂടെ രാത്രി ഇറങ്ങി വരും. ഒളിച്ചോട്ടമാണല്ലേ പരിപാടി? അല്ല ഈ കല്യാണ തലേന്ന് തന്നെ വിളിച്ചിട്ട് പോകണം. എന്തായിരുന്നു ഇത്തിരി നേരത്തെ വിളിച്ചിട്ട് പോയാൽ മേലായിരുന്നു? കല്യാണ തലേന്ന് പോയാലല്ലേ സ്വർണ്ണോ പണം എടുക്കാൻ പറ്റൂ. നേരത്തെ പോയി വല്ലതും കിട്ടോ? ഓ മാസ്റ്റർ പ്ലാൻ. നമ്മുടെ ബുദ്ധിമാനെ, ഞാനതല്ല ആലോചിക്കണം. അവളെ കെട്ടാൻ ഒരുത്തൻ വരുമല്ലോ, അവന്റെ അവസ്ഥ അവൻ ഈ ദിവസം ഈ സമയം അവൻ എന്തായിരിക്കും അവന്റെ ചിന്തയും? അവ ഈ സമയത്ത് വല്ല ബ്യൂട്ടി പാർലറാണ് ഈ ചേട്ടൻ ഇരിക്കുന്ന പോലെ കുക്കുംബർ കണ്ണിൽ വെച്ചിരിക്കും. അല്ല മര്യാദക്കാരൻ പയ്യനായിരിക്കുമല്ലോ അവൻ ഈ അവസ്ഥ. അല്ല അവള് പറഞ്ഞ് അതൊരു മരക്കിഴങ്ങനാന്ന് പറഞ്ഞ്. കുഴപ്പമില്ല. അല്ലെ പെണ്ണിന്റെ വീട് എവിടെ പറഞ്ഞു? പുളിയാക്കോവിൽ അമ്പലമല്ലേ? അമ്പലത്തിന് വടക്കേ സൈഡ്. ഏരിയ എനിക്കറിയാം. അല്ലെ പെണ്ണ് എവിടെ പഠിച്ചത്? പെണ്ണ് പുളിയാക്കോവിൽ ഗവൺമെന്റ് സ്കൂളിൽ. ആ സ്കൂളിൽ തന്നെ? അവിടെ തന്നെ. സത്യം പറയും, പെണ്ണിന് എത്ര വയസ്സുണ്ടാവല്ലേ? 24 വയസ്സ്. എന്നാ പേടിക്കല്ല, പ്രായപൂർത്തിയായി. അത് കുഴപ്പമില്ല. എന്താ കതിരേഷേ ചെറിയൊരു ഡൗട്ട്. എന്താ? ഞാൻ കെട്ടാൻ പോണ പെണ്ണിനാണ് ഇവനെ അടിച്ചോണ്ട് പോണെന്നൊരു ഏത് അമ്പലത്തിനാ പറഞ്ഞ്? പുളിയാട്ട്. അവിടാണ് എന്റെ. ഏത് സ്കൂളിൽ പഠിച്ചെന്ന് പറഞ്ഞു? പുളിയാട്ട്. അവിടാണ് അവള് പഠിച്ചത്. ചിലപ്പോ ഇത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു വെളുത്തും മെലിഞ്ഞ പെണ്ണാണോ? വെളുത്ത് മെലിഞ്ഞ പെണ്ണ. അയ്യോ, വെളുത്ത് പെലിഞ്ഞ പെണ്ണാന്ന്. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ലൈറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കണം. ആര് പറഞ്ഞു അവരോട് ലൈറ്റ് ചെയ്യാൻ? നാളെ 11-നും 11:30 നിങ്ങളുടെ 11-11 ഇടയ്ക്ക് അവളെ കല്യാണം. എന്റെ കല്യാണം 11-11 എടാ നാളെ ആ ഒരു മുഹൂർത്തെ കാണുള്ളൂ. ടെൻഷൻ അടിക്കാതെ. അയ്യോ, അവള് തന്നെയാണ്. വയസ്സ് എത്ര എന്ന് പറഞ്ഞ? 24. ഉറപ്പിച്ച്. അവള് പിന്നെ വേറെ എന്തോ പറഞ്ഞില്ലേ? ആ കെട്ടാൻ പോണ ചെറുക്കനെ കുറിച്ച് എന്താ പറഞ്ഞ? മരക്കിഴങ്ങനാന്ന്. മരക്കിഴങ്ങനാന്ന് എനിക്കും വിശ്വാസമായി. ഞാൻ കെട്ടാൻ പോണ പെണ്ണ് തന്നെയാണ്. അനിയാ, നിങ്ങളുടെ കാമുകി എന്ന് പറഞ്ഞ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. ചേട്ടാ അറിഞ്ഞില്ല. നാളെ ഞാൻ കെട്ടാൻ പോണ പെണ്ണാണ്. എങ്ങനെയൊന്നും ഒഴിവാക്കി 47 വർഷം ഏജ് ഓവറാണ്. അനിയാ, എങ്ങനെയും ഒഴിവാക്കണം. ഒഴിവാക്കാൻ പറ്റൂല. പറ്റിയല്ലെന്നാ പറഞ്ഞ. എന്നാ ചെയ്യും പറ? എല്ലാം ചെയ്യും പറ. വിളിച്ച് നാളെ തെറി പിടിക്കണം. ഒരുത്തനെ അവളെ വഞ്ചിക്കരുത്. പിന്നെ ഇത് കൂട്ടാണോ തെറി പറയാലേ? പിന്നെ നല്ല നല്ല കണ്ണുപൊട്ടണ തെറി അവളെ വിളിച്ചു. എനിക്കൊരു വിഷയമുണ്ട്, എനിക്ക് തെറി പറയാൻ അറിയാമല്ലേട്ടാ. ഈ 47 വയസ്സായിട്ടും തെറി പറയാൻ പോലും അറിയാം. നീ എന്തിനാണ് പെണ്ണ് കിട്ടുന്നത്? ഉള്ളത് വെച്ച് വിളിച്ച് പറയണം. ഇങ്ങനെയുള്ളവളെ നല്ല വെറുതെ വിളിച്ചു പറ. ഹലോ, ആ വിളിച്ചേ. എടി വഞ്ചകി, പറഞ്ഞു നീ ഉണ്ടല്ലോ, നീ ഒരു കാലത്ത് നീ ഗതി പിടിക്കേണ്ടി. നീ നിന്റെ അപ്പനെ ഗതി പിടിക്കേണ്ടി. കതിരേഷേ, നിനക്ക് തെറി പറയാൻ അറിയാമെന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷയില്ല. സിറ്റുവേഷന് കൈ നിട്ട് പറഞ്ഞ അവളെ കൊണ്ടുപോയിക്കോട്ടെ. അനിയാ, നീ പുള്ളിയുടെ എത്ര നീ ചോദിച്ചത്? 5000 രൂപ. 10000 രൂപ ഞാൻ തരും. അല്ലെങ്കിൽ ഉണ്ടല്ലോ, നാളെ കല്യാണ മണ്ഡപത്തിൽ ഞാൻ ഈ മീശ വെച്ച് എളിപ്പനായിട്ട് ഞാൻ പോയി തന്നെ. കതിരേഷേ, സീരിയസ് മാറ്റ് വരുമ്പോ ആ മീശ പിടിച്ച് കയറ്റി കുഴപ്പിക്കാം. മീശ ഒഴിവാക്കും. ഹലോ എടി, എന്തായാലും നാളെ കല്യാണം മുടങ്ങിയല്ലോ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒളിച്ചോടിയേ പോരെ? ഇല്ല, വിളിച്ചായിരുന്നല്ലോ. ഇപ്പൊ മുടക്കിയില്ലേ? ചേട്ടാ, നിങ്ങൾ അവളെ വിളിച്ച് കല്യാണം മുടക്കിയതല്ലേ? ഇപ്പൊ വിളിച്ച് ഞാൻ ഇപ്പൊ ആ ചേട്ടൻ വിളിച്ച് കല്യാണം മുടക്കിയത് പറയുന്നുണ്ടല്ലോ. അല്ലേ ചേട്ടാ? മുടക്കിയിട്ടില്ലെന്ന്. നീ കോൾ ലിസ്റ്റ് നോക്ക്. കണ്ടില്ലേ, ഞാൻ ആതിര പി പി. ഞാൻ ഇപ്പൊ വിളിച്ച നീ കേട്ടല്ലേ? ഇതാര്? ഞാൻ കെട്ടാൻ പോണ പെണ്ണ് ആതിര പി പി. അയ്യോ, ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് വീണ. ആള് മാറിപ്പോയി. ഒന്നും പേടിക്കണ്ട. ആള് പറയുക. അപ്പൊ ചേട്ടാ, ഞാൻ പറഞ്ഞു അനുഗ്രഹിക്കണം ചേട്ടാ. ഹാപ്പി മാരീഡ് ലൈഫ്. പേടിക്കണ്ട കതിരേഷേ, ആള് മാറിയതാ. എന്നാലും നീ എന്നെ വൃത്തിയിട്ടവനാടാ. ഒരു കെട്ടാൻ പോണ പെണ്ണെ വിളിച്ച് ഇമ്മാതിരി ചീത്ത വിളിക്കുവാരെങ്കിലും പറഞ്ഞ പെണ്ണെ വിളിച്ച് തെറി പറയാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു നോച്ചോണ്ടാ നീ ചാടിക്കറി ചീത്ത വിളിക്കണോ ചെയ്യണ്ടത്? വിളിച്ചു ഇപ്പൊ തന്നെ വിളിയല്ലേ സംഭവം. വിളിച്ച തീരില്ലാത്ത തെറിയാൻ വിളിച്ചു പറഞ്ഞ അവൾ എന്നെ അങ്ങനെ പറയണേ. പ്രാങ്ക് ആരില്ലെന്ന് പറ. നല്ല ഐഡിയ. തലേദിവസം പ്രാങ്ക്. പിന്നല്ലാതെ കല്യാണത്തിന്റെ ദിവസം പ്രാങ്ക് കൊടുത്താന്ന് പറഞ്ഞാൽ മതി. ഹലോ, ആതിര പി പി. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. പ്രാങ്ക് അങ്ങനെ ചെയ്യാം. പിന്നല്ലാതെ എന്നാ പറഞ്ഞു? പോയി തൂങ്ങിച്ചാവാൻ പറഞ്ഞു. പ്രാങ്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞപ്പോ ചോദിച്ചു, നിനക്ക് മുതു ഭ്രാന്താണോന്ന് ചോദിച്ചു. ഞാൻ 47 വർഷം ഞാൻ ചെയ്ത് നാട്ടുകാരോട് ഞാൻ എല്ലാം പറയാതെ കരയാതെ നീ കരഞ്ഞ നീ കരഞ്ഞ എന്നെ കൂടി ചിരിപ്പിക്കാതെ നീ കരയാതെ. അതെ കതിരേഷേ, കല്യാണം മുടങ്ങി, ഫേഷ്യലും കഴിഞ്ഞു,
ഇനിയിപ്പോ ഉണ്ണി അങ്ങ് കരിച്ചാലോ? കരിച്ച് കളാ. അടിപൊളി അടിപൊളി. സ്കിറ്റായിരുന്ന ഒരു നല്ല കൈഡി ചേട്ടാ. ബാസി, പോൾസൺ, അനീഷ്, നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്? പോൾസ, ഒടുവിൽ ബ്രഹ്മാസ്ത്രം തന്നെ പുറത്തെടുക്കേണ്ടി വന്നു അല്ലേ? ഞാൻ എന്താ പറഞ്ഞതെന്നുള്ളത് ജീവയ്ക്ക് മനസ്സിലായോ? അവർക്ക് മനസ്സിലാവില്ല. മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. ആണോ നിങ്ങളുടെ കോൺവെർസേഷനിൽ? അതിന്റെ കാര്യം എന്താണെന്നറിയോ? പോൾസിന് ബ്യൂട്ടി പാർലർ ഉണ്ട്. അത് ഉദ്ഘാടനം ചെയ്ത ആള് ഞാനാണ്. അങ്ങനെ വരട്ടെ. അപ്പോൾ ഇത് സംബന്ധിച്ചിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ തമാശകൾ ആ മനസ്സിലുണ്ടാവും. പക്ഷെ അതെല്ലാം എടുത്തിട്ട് അതിനകത്തുനിന്ന് കണ്ടന്റ് വൈസ് എന്ത് വൃത്തി, എങ്ങനെ പെർഫോം ചെയ്യണം, ഏത് രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ 3 പേരും കൂടെ കൂടിയപ്പോൾ ഉണ്ടല്ലോ പൊരിയായിരുന്നു എന്നുള്ളത്. ബാസി, വിഗ് കൊള്ളാം. ഇതാക്കിക്കോ. നിങ്ങൾ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ബാസിയും പോൾസണും. ശരിക്കും അതൊരു ഓഡിയൻസ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാധനമുണ്ട്. അത് തന്നെ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കൊണ്ടുവന്നു എന്നുള്ള. പിന്നെ ഈ ബ്യൂട്ടി പാർലർ ഏരിയയിൽ ഈ ഒരു കാര്യത്തിനകത്ത് ഇത്തരം ഒരുപാട് തമാശകളുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ കല്യാണച്ചക്കന്മാർ വന്ന് ഇവരോട് പറയണം, അങ്ങനല്ലേ? എന്റെ പാർലറിൽ അങ്ങനെ നല്ലത് മാത്രമേ സംഭവിച്ചു. പല ദിവസങ്ങളിലും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ നല്ല നല്ല ഫോട്ടോസ്, കാര്യങ്ങൾ, ഹെയർ സ്റ്റൈല്, ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. കുട്ടികൾക്ക് വേറൊരു സെക്ഷനും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്, ഭയങ്കര സംഭവം. അപ്പം എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡെമോൺസ്ട്രേഷൻ അവിടെ ഉണ്ട്. ചില ആൾക്കാർ വന്നിട്ട് പറയില്ലേ, ഇതുപോലെ ആക്കുന്നൊക്കെ പറയില്ലേ, ഫോറിനേഴ്സിനെയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് നല്ല രസമായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പലരും ഈ മേഖലയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റുന്ന, എന്നുവെച്ചാൽ അവർക്ക് ഒന്നുകൂടെ അവരുമായിട്ട് കണക്റ്റ് ആവുന്ന കുറേ സംഗതികളും ഇതിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നല്ല പുതുമയുള്ള ഫ്രഷ് സ്കിറ്റായിരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ ഇവർ രണ്ടുപേരും പറയും. ഇത്ര എനിക്ക് പറയാം. വിജയകടച്ചേട്ട കല്യാണം കെട്ടിക്കട്ടെ. വിജയകടച്ചേട്ടാ കീച്ചങ്ങോട്ട്. വെടിക്കെട്ട് പെരുന്നാളായിരുന്നു. ഇതിനകത്ത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, തമാശകൾ എവിടെ ഇല്ല എന്നുള്ളത്. കാരണം തമാശ കൊണ്ട് പൂരപ്പറമ്പാക്കി. അത് ഭയങ്കര. കാരണം ഞാനേ ഈ മൈക്ക് മാറ്റി നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കമൻറ്റ് കണ്ടിരുന്നു, നല്ല കോമഡി കേൾക്കുമ്പോൾ ഞാനൊന്ന് കൂവാറുണ്ട് എങ്ങനെയാ. അപ്പം അത് ഡിസ്റ്റർബാണെന്ന് പറഞ്ഞ് എനിക്ക് ഡിസ്റ്റർബാണ്. അപ്പം ഞാൻ അതുകൊണ്ട് മനഃപൂർവ്വം, കാരണം നമ്മൾ ജനങ്ങൾ കാണാൻ വേണ്ടിയും അവർക്ക് രസിക്കാൻ വേണ്ടിയാണ് നമ്മൾ തമാശ കൂട്ടിയൊക്കെ പറയണത്. അപ്പം എനിക്ക് തോന്നി അതൊന്നും ചെയ്യാം. കാരണം അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടെ നിന്ന് മൊത്തം കൂവലായിരുന്നു. മാറ്റി വെച്ചിട്ട് അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇവർ വിചാരിച്ചതിന് ഐറ്റം പൊളിയുന്നതാണ്. അല്ല, അപ്പം അത് എന്തായാലും അതങ്ങനെ ഒരു ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മളിവിടെ നിന്ന് ആസ്വദിക്കുന്നതിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യണത്. അപ്പം എനിക്ക് അത്രമാത്രം ഹ്യൂമർ ഇതിനകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് ഒന്നാമത് ഒരു കാര്യം പറയാൻ, നെഗറ്റീവ് പറയാനേ ഇല്ല. ആദ്യം തുടങ്ങി അവസാനം വരെ തമാശകളുടെ ബഹളം. എനിക്ക് നീ അത് കൂന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, നീ കണ്ടു പഠിക്ക്, ഇടയ്ക്ക് മാത്രം ഞാൻ കൂവുന്നു, പുള്ളി മൂളുന്നു. പിന്നെ എനിക്ക് പോൾസിനെ ഈ രൂപത്തിൽ വന്നൊന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ട്. ചിലപ്പോൾ ലാഗായി പോവും. ഞാനൊരു ഉമ്മ അവസാനിപ്പിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഈ അപ്പിയറൻസും ഈ ഗെറ്റപ്പും ഇയാളുടെ സ്വഭാവവും ആ വയസ്സും ഇയാൾ പിന്നെ പറയണത് എല്ലാം ഹ്യൂമറാണ്. എല്ലാം ഫ്രഷായിരുന്നു. അങ്ങനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. കാരണം ഒരു 32 ആകുമ്പോൾ വട്ടം നോക്കി നടന്നിട്ടേ അത് എവിടെ നിന്ന് ടൊവിനോ ആക്കണം. അത് ഭയങ്കര രസമുണ്ട്. കാരണം നേരത്തെ ഒക്കെ നമ്മൾ സ്കിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ബാസിയാണ് സ്കോർ ചെയ്യണത്. ഇത് ബാസിയും അനീഷും അങ്ങോട്ട് നിന്ന് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇവൻ അങ്ങോട്ട് പൂണ്ട് വിളയാടി അങ്ങോട്ട്. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നുണ്ട്. ഈ പുള്ളിക്കാരൻ വെള്ളരിക്കയും വെച്ചിട്ട് 47, 32 ആക്കാൻ വേണ്ടി കണ്ണിൽ വെള്ളരിക്കയും വെച്ചിരിക്കണം. ആ ഒരു ഇരുത്തം കണ്ടപ്പോൾ നമുക്ക് പാവം തോന്നി. ഇയാളെക്കുറിച്ചാണ് പറയണമെന്നാണെന്ന് നമുക്ക് പ്രഡിക്ഷൻ ഉണ്ട് നമുക്ക്. പക്ഷേ ക്ലൈമാക്സ് ഇങ്ങനെ വരുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തില്ല കേട്ടോ. ക്ലൈമാക്സ് ഗംഭീരമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിരുന്നു. സൂപ്പർ. ഒന്നും പറയാനില്ല. ഓൾ ദ വെരി ബെസ്റ്റ്. ഞാനൊന്നും കൂടുതൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പോകുന്നില്ലേ? ഗംഭീരമായിരുന്നു കേട്ടോ. ഇന്ന് സത്യം പറഞ്ഞാൽ പോൾസന്റെ വിളയാട്ടമായിരുന്നു. സാധാരണ നിങ്ങളുടെ സ്കിറ്റുകളിൽ ലീഡ് ചെയ്യുന്നത്
ബാസിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ബാസി അത് മാറിയിട്ട് നേരെ പോൾസണിലേക്ക് ഇട്ടു. ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരൻ നേരത്തെ തന്നെ ഡൈ ചെയ്തിട്ടുണ്ടെന്നാണ്. അത് മറച്ചു വെച്ചാൽ ഇവിടെ നിന്ന് നോക്കുമ്പോ അങ്ങനെ ഡൈ ചെയ്ത് കുട്ടപ്പനായിട്ട് വന്ന പോലെ തോന്നുന്നു. അത് മാത്രം മറച്ചു വെച്ചാക്കിയത് 50 വയസ്സ് പോൾസേട്ടൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്തൊരു വിഗ് വെച്ച് ഏജ് ആയ ഒരാളുടെ ആ ഒരു ഗെറ്റപ്പ് പിടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും സ്വന്തം ട്യൂബ് സ്വീകരിച്ച പോൾസേട്ടനാണ് എന്റെ ഹീറോ. അതെ അതെ, അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ ആ ക്യാരക്ടർ അത്ര ഇഷ്ടപ്പെട്ടു. ആ നിങ്ങളെ ക്യാരക്ടറിനെ അനുസരിച്ച് വേഷവിധാനം ചെയ്തു. അത് അതെ. ആ ഷർട്ടും അതേ മുണ്ടും ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഒരു 47 വയസ്സുള്ള ഒരാൾ 24 വയസ്സുകാരിയെ കല്യാണം കഴിക്കാൻ പോകുമ്പോഴുണ്ടാകുന്ന മനസ്സിന്റെ ഒരു വിഭ്രാന്തി ഉണ്ടല്ലോ, അത് മൊത്തം അതേപടി ഇവിടെ കാണിച്ചു പോൾസൺ. ഇവിടെ അതിനൊപ്പിച്ച് ബാസി നിന്നു. അങ്ങോട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വാങ്ങിക്കുന്നത് ആ സാധനം നിങ്ങളുടെ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു. അത് ഇന്നാണ് കുറേ ദിവസങ്ങൾ കൂടി കാണാൻ പറ്റിയത്. അതേപോലെ അനീഷ് പാപ്പ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് ശകലം സാധനമേ ഉള്ളൂ, അതും മതി. അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ആ ക്യാരക്ടറാണ് ഇതിൻ്റെ ട്വിസ്റ്റ്. മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കണ്ടുപിടുത്തം കാര്യം ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒന്നല്ല 2 ഒരെണ്ണം ഞാനല്ലേ ഉദ്ഘാടനം ചെയ്തത്. 2 ബ്യൂട്ടി പാർലറുണ്ട്. ഇനി ഒരെണ്ണം 3ാമത് തുടങ്ങാനും പോകുന്നു. അത് ഞാൻ ചെയ്യും. അല്ല, നമുക്ക് 3 പേർക്ക് കൂടെ ചെയ്താലോ? എന്തായാലും ഗംഭീരം. അതിന് അധികം ഒന്നും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. വെരി ഗുഡ്. ഇങ്ങനെ വേണം വരാൻ ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. കല്യാണം മുടങ്ങി ഇപ്പൊ കുറച്ച് കാശ് കൊടുത്ത് നമ്മള് സുഹൃത്തിനെ പിന്നെ സോമൻസിന്റെയും ഒരു വളർച്ചയ്ക്ക് കാശ് അത്യാവശ്യമാണ്. എത്ര രൂപയാണ് ആദ്യം ആരാണ് തരുന്നത്? ഒരു 22,000 രൂപ കൊടുക്കാം ഞാൻ. 22,000 രൂപ നസീർക്കാണോ? ഞാൻ ഒരു 21,000 രൂപ. അപ്പൊ 43. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. സോമൻസ്. റോമൻസ് അല്ലല്ല, അതെ. കൂത്താട്ടുകുളത്തെ സ്ഥാപനത്തിന്റെ പേരെന്താ? അനൂഡോറ. അനൂഡോറ. ഒരെണ്ണുണ്ട് ഓറഞ്ച്. അനൂഡോറ ഓറഞ്ച് കൂത്താട്ടുകുളത്ത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പൊ ഈ ഒരു കിട്ടിയില്ലെന്ന് സ്കേറ്റില് ഇറക്കി പിടിച്ചോ. ടോട്ടൽ അല്ല അല്ല, എനിക്ക് ഇപ്പൊ പോവാന. ഒരു ഗംഭീര തിരിച്ചുവരവാണ് ഇതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഓൾസേട്ടനെ ബാസേട്ടനെ ഇപ്പൊ കൂടെ അനീഷേട്ടനും ഒരു ഗംഭീര തിരിച്ചുവരവ്, ഒരു ഉഗ്രം കൈഡി, ഗോൾഡൻ പഞ്ച്. നല്ല ടീമാണ് കേട്ടോ. 3 പേരും നല്ല ടീമാണ്, നല്ല പാക്കാണ്. ചേട്ടാ പറയൂ. സന്തോഷം. അതറിയാം. പിന്നെ നമുക്ക് വിഷമം ഉണ്ടാവത്തില്ലല്ലോ ഒരു ലക്ഷം കിട്ടുമ്പോ. വേറെ മനസ്സിൽ കുറച്ച് ദിവസമായി നമ്മള് ചില സ്കിറ്റുകൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വന്നത് അത് നമ്മൾ പിടിക്കുന്ന ത്രെഡും പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ശരിക്കും അത് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ എന്തായാലും കറക്റ്റായി, സബ്ജക്ട് നല്ലത് വന്ന് അപ്പം നമുക്ക് എഴുകി. എന്തായാലും സന്തോഷം. കഥയിലെ താരം. സന്തോഷം, ഭയങ്കര സന്തോഷം. കുറെ നാളായി 1 ലക്ഷം അടിച്ചിട്ട്. കുറച്ച് അധികമല്ലേ? ഡയറക്ടർ സാർ എപ്പോഴും പറയും ഒരു 1 ലക്ഷം ആണ്, ഒരു 1 ലക്ഷം അടിക്കുക. കിട്ടണ്ടേ? നമുക്ക് തരാൻ സന്തോഷമേ ഉള്ളൂ. ഇതിന് മുമ്പ് 1 ലക്ഷം അടിച്ചിട്ടുണ്ടല്ലോ. 2 അല്ല, ഇതിലെ കൗണ്ടർ വെച്ച് നോക്കുവാണെങ്കിൽ ഇതിനൊരു സെക്കൻഡ് പാർട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും തരാം. കാരണം വേറൊരാൾക്ക് വരാമല്ലോ ഇതില്. അതെ. അപ്പൊ എന്തായാലും സന്തോഷം. ഇനി ഇതുപോലെ ലൈറ്റായിട്ട് വാ കേട്ടോ. തീർച്ചയായിട്ടും. അനീഷ് ബ്രോയുടെ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് 1 ലക്ഷം. അടിപൊളി. അനീഷിന്റെ ചെലവാ. അപ്പൊ ഇന്ന് ഒരു മനസ്സ് തുറന്ന് ഒത്തിരി സംസാരിക്കുന്നുണ്ട്. പറയൂ. ഞാൻ 1 ലക്ഷത്തിന് വേണ്ടി ഇങ്ങനെ കുറെ ആളെ കൊതിച്ചുകൊണ്ട് നടക്കും. അപ്പൊ ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന ടീമിന് 1 ലക്ഷം അടിച്ചു. ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് 1 ലക്ഷം അടിച്ചത്. ഞാൻ ഉള്ളത് കൊണ്ടാണോ കുറഞ്ഞു പോയത്? ഒരു 1 ലക്ഷത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ വീണ് കിട്ടി. പിന്നെ ഞാൻ ബോൾസൺ ചേട്ടന്റെ ബാസിച്ചേട്ടൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10 കൊല്ലത്തിന് മുമ്പ് ഒരു സ്കിറ്റ് കളിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പോഴാണ് അപ്പൊ ഈ കോമ്പിനേഷൻ എങ്ങനെ വരും എന്നുള്ള പേടിയുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ വർക്കൗട്ടായി. ഉഗ്രൻ. സത്യം പറഞ്ഞാൽ ഈ വേഷത്തിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നോട്ടാ. ശരിക്കും ലാഗാവോ അത്? ഇല്ല കൊടുക്കടാ, കൊറേ നേരം പാവം. മറ്റേ നീ അങ്ങനെ പോൾസിന് മാത്രം ഉമ്മ കൊടുത്താൽ പോരാ, ബാസിക്കും കൊടുക്കണം, അനീഷിനും കൊടുക്കണം, മുന്തിരിയും കൊടുക്കാം. ഉമ്മ പറയാം. ജീവായിക്ക് ഒരെണ്ണം കൊടുത്തരാ. പാവം ജീവായിക്ക്. പാവം അവൻ. ഇത് ചുംബന സമരമാണോ? അല്ല, ഇന്നത്തെ നിന്റെ ഉമ്മ തീർന്ന് ഇനി ആർക്കും ഉമ്മ കൊടുക്കാണ്ട് പോരാ. 4 ഉമ്മ. എന്താ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഇരുത്തം മനില്ലേ? കാരണം ഈ മീശം ഇയാളുടെ അഭിനയമൊക്കെ ഈ മീശ ഒറിജിനലാണ് ചേട്ടാ. ഇത് ഒട്ടിച്ചല്ലേ? മറ്റേ ട്രിം ചെയ്തിട്ടുണ്ടല്ലേ? ഈ മുടി ഇങ്ങനെ അല്ലായിരുന്നു. ഇത് ഇതുപോലെ പാറിപ്പുറത്ത് ഇട്ടേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് ജെല്ല് തേച്ച് ഒതുക്കാന്നായിരിക്കും. അല്ല, അതൊക്കെ കോമാളിയായി പോകില്ലടാ. അല്ല, പേരെങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, എന്റെ അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും ഈ ടീമിന് ഒരു വലിയ കൈഡി. ഒരിക്കൽ കൂടെ ഗോൾഡൻ. ഞാൻ അടുത്ത പ്രാവശ്യം വന്നിട്ട് ഗോൾഡ് അടിക്കണം കേട്ടോ ബാസി ചേട്ടാ. ഓക്കെ ടോവി ബ്രോ. അധികം കുറക്കണ്ട, എന്നെ ചിലപ്പോ ബ്രോ ഒന്ന് വിളിക്കും.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മളെ കാണാൻ പള്ളുരുത്തിൽ നിന്ന് ഡിക്സൺ ചേട്ടൻ വന്നിട്ടുണ്ട്. ജിക്സൺ ചേട്ടൻ ഒരു അസാധ്യ പാട്ടുകാരനാണ്. ജിക്സൺ ചേട്ടൻ്റെ 1-2 വീഡിയോസ് പിന്നെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വൈറലും ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ് ഡിക്സൺ ചേട്ടൻ. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ കുടുംബത്തിലേക്ക് ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലേക്ക് ലെറ്റ്സ് വെൽക്കം ഡിക്സൺ. ഡിക്സൺ നമ്മുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. ഇതാണ് ഐറ്റം വേറെ. അതെ. നസീർക്ക ഹലോ. ഹലോ. നമസ്കാരം. നമസ്കാരം സാർ. എത്ര വർഷമായി ഈ പാട്ടിന്റെ മേഖലയിലേക്ക് കിടന്നിട്ട്? 5 വയസ്സിൽ തുടങ്ങിയതാണ്. വീട്ടിലെ വേറെ ആരൊക്കെയാണ്? അപ്പച്ചൻ, അമ്മ, വൈഫ്, മോള്. മോള്, ഒരു കുട്ടി, ഒരു മോള്. മോളുടെ പേര് അമല. 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 വൈഫിന്റെ പേര് മീനു. മീനു. മിക്കവാറും വന്നിട്ടുണ്ടാവല്ലോ രണ്ടുപേരും കൂടെ. രണ്ടുപേരും ഉണ്ട് കൂടെ ഉണ്ട്. നമുക്ക് പരിചയപ്പെടാം അവരെയും അല്ലേ? അതെ അതെ. ഇപ്പം ഡിക്സൺ ഒരു പാട്ട് നിങ്ങോട്ട് തുടങ്ങാം അല്ലേ? തുടങ്ങാം. ആദ്യം ഏത് പാട്ടാണ് പാടാൻ പോന്നെ? കട്ടപ്പനയിലെ ഋത്തിക് റോഷനിലെ അഴകേ എന്ന് പറയുന്ന ഗാനം. ഓക്കെ ഒരു നല്ല കൈഡി. അഴകേ അഴകേ നാനു നനൈ വീഴും മഴയേ ഇനി എൻ മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ. അഴകേ അഴകേ ഒരു മഴവില്ലിൻ കതിരേ കനവിൻ പുഴയിൽ ഒഴുകുകയാണെൻ മനമേ. അനുരാഗമേഘമായി അണയുന്നു ചാരി ഞാൻ ഇനി നിൻ ഇതളിൽ പൊഴിയാൻ മഴനീർമണിയായി. അഴകേ 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 നനു നനൈ വീഴും മഴയേ ഇനി എൻ മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ. ഓ ഓ ഓ ഇനി 7 ജന്മമെൻ ചിറകായി മാറുമോ നറുനൈ തിരിയായി തെളിയൂ ഇനി എൻ മിഴിയിൽ. അഴകേ 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 നനു നനൈ വീഴും മഴയേ ഇനി എൻ മിഴികൾ ഒരു നിഴലായി നിൻ വഴിയേ. അഴകേ അഴകേ ഒരു മഴവില്ലിൻ കതിരേ കനവിൻ പുഴയിൽ ഒഴുകുകയാണെൻ മനമേ. അഴകേ. അടിപൊളി. സൂപ്പർ. കേട്ടാ ഡിക്സ ചേട്ടായി എന്താ വിശേഷം? നല്ല വിശേഷം. സുഖായിരിക്കുന്നു. അല്ല, ഡിക്സന്റെ ഈ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് പെട്ടെന്നൊരിത് വന്നു. വേറൊന്നുമല്ല ബിജു, മലയാള സിനിമയിലെ ഒരു നടനെ സ്യൂട്ടായിട്ടുള്ള നല്ല ഒരു വോയിസ് ആണിത്. അതെ അതെ അതെ. മനസ്സിലായാരാന്ന്? ഇല്ല. മറ്റാരുമല്ല, ഞാൻ തന്നെ. സന്തോഷം. അല്ല ഞങ്ങളത് അജിത വായിന്ന് കേൾക്കാൻ വേണ്ടിയാണ്. കറക്റ്റ് ടോണാട്ടോ ഡിക്സ.
എന്തോ എനിക്ക് സിനിമകൾ കിട്ടാൻ പ്രാർത്ഥിക്കേട്ടാ. എന്നാ ബക്രുചേട്ടന് വേണ്ടി ഒരു പാട്ട് പാടാൻ ഡിക്സ് ചേട്ടൻ പറ്റട്ടെ അല്ലേ? അങ്ങനെ സംഭവിക്കട്ടെ. അല്ല നല്ല ഒരു എന്താ കറക്റ്റ് വോയിസ് പോലെ ഇരിപ്പുണ്ട്. കറക്റ്റ് സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഡയറക്ടർ വിളിച്ചു പറഞ്ഞ് പക്രുചേട്ടൻ പാടുന്ന പോലെ ഉണ്ടെന്ന്. സത്യം സത്യം ആണ്. അല്ല, നല്ല രസമുണ്ടായിരുന്നു, നല്ല പാട്ട്. അതുപോലെ തന്നെ ഡിക്സനെ എനിക്ക് നേരത്തെ അറിയാം, ഞങ്ങൾ തമ്മിലൊരു ബന്ധമൊക്കെ ഉണ്ട്. അത് പിന്നീട് നമ്മൾ പറയാം. എന്നാൽ പോലും ഇപ്പോൾ ആദ്യത്തെ പാട്ട് കേട്ടപ്പോൾ അങ്ങനെ തോന്നി കേട്ടോ, ഉഗ്രരായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ചക്കര മാവിന്റെ കൊമ്പത്തിരുന്ന് ഒന്ന് പാടുകയാണെങ്കിൽ ടോൺ വെച്ച ആ സിനിമയിൽ പാടിയാണ് അല്ലേ? പാടുവോ ഡിക്സ? ചക്കരമാവിന്റെ കുമ്പ- ഇല്ല. അതൊക്കെ പാടണ്ടേ? എന്നാലല്ലേ ഉള്ളൂ എനിക്ക് പറ്റിക്കാൻ പറ്റിയ ആൾക്കാരെ. എന്തായാലും ഇത് കലക്കി അല്ലേ, മനോഹരമായിട്ടുണ്ട് നസീർക്ക. അല്ല അതാണ് സംസാരിക്കുമ്പോഴുള്ള ശബ്ദവും പാടുമ്പോഴുള്ള ശബ്ദവും അല്ല, തമ്മിൽ ഡിക്സണുമായിട്ടുള്ള ബന്ധം പറയട്ടെ. വേറൊന്നുമില്ല, ഡിക്സൺ കുറച്ചു കാലം മുമ്പ് ഒരു എത്ര വർഷം അയക്കാണ് ഡിക്സ? കുറച്ചധികം വർഷമായി. കൊറോണയുടെ ടൈമിലാണ്. ആ ടൈമിൽ, കൊറോണ ടൈമിൽ ഡിക്സൺ എന്നെ വിളിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഡിക്സന്റെ ഒരു പ്രോഗ്രാം, പാട്ടിൻ്റെ ഒരു പരിപാടിയുണ്ട്, അത് ഞാനൊന്ന് ഷെയർ ചെയ്യണം ഓൺലൈനിൽ. കാരണം അത് ആ സമയത്ത് കൂടുതൽ ഓൺലൈൻ പ്രോഗ്രാമുകളാണ്. അപ്പോൾ ചേട്ടാ എനിക്കൊന്ന് അപ്പോൾ ഒന്ന് പാടാവോ എന്ന് ചോദിച്ചു. അതെ, ഡിക്സൺ പാടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പോൾ ഡിക്സൺ പറഞ്ഞു, ഞാനിങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരാളാ ചേട്ടാ. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറിയ കുട്ടികളും ഇരിക്കുന്നു, കാരണം ഇത്രയും പ്രായം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട് അല്ലേ. അപ്പോൾ പറഞ്ഞു, അതല്ല, ഞാൻ ഇത്ര വയസ്സുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡിക്സൺ പാട്ട് പാടി. അത് ഞാൻ ഓൺലൈനിൽ വന്നു. അത് കഴിഞ്ഞപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടു. ഡിക്സന് കുറേ വേദികൾ കിട്ടി. ഞങ്ങൾ ആ ഒരു സ്നേഹം അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. സത്യമായിട്ടും അത് സിനിമകളൊക്കെ വരുമ്പോൾ എപ്പോഴും ഡിക്സൺ ഫോളോ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. പിന്നെ മറ്റ് കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ഇവിടെ ഞാൻ പറയില്ല. എന്നാൽ പോലും എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ള സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡിക്സൺ ഇപ്പോൾ ഒരു ട്രൂപ്പ് തുടങ്ങി. അതും ഞാൻ തന്നെയാണ് അതിൻ്റെ മുന്നിൽ നമ്മൾ ഷെയർ ചെയ്തു. ഡിക്സൺ ഒരു മാജിക്കും സംഭവം എല്ലാം കൂടെ വെച്ചിട്ട് ഇവർ രണ്ടുപേരെ വെച്ചിട്ട് ഒരു ഡബിൾസ് എന്നാണ് അതിൻ്റെ പേര്. ഡബിൾസ് കരോക്കെ ഗാനങ്ങളും മാജിക്കും ചേർന്നിട്ട്. എങ്ങനെയുണ്ട് പ്രോഗ്രാം ഉണ്ടോ ഇപ്പോൾ? ഒരെണ്ണം ചെയ്തായിരുന്നു. ഇനിയും പ്രോഗ്രാമുകൾ കിട്ടട്ടെ. നമ്മുടെ ഇത് ഐറ്റം വേറെയിൽ വന്ന അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒരുപാട് പേര് വിളിക്കും. ഇപ്പോൾ നേരിട്ട് കണ്ടല്ലോ, ഡിക്സന്റെ പ്രോഗ്രാമും കൂടെ കണ്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും വിളികൾ വരും. ആ ട്രൂപ്പ് ഭയങ്കരമായിട്ട് വിപുലമാകട്ടെ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും, UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ. 9001 80008000120. ഡിക്സേട്ടാ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഏതാണ് നേരത്തെ പറഞ്ഞ 5ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഞാനൊരു രക്ഷ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സ്കൂളിൽ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അടിപൊളി അടിപൊളി. അവന് അടുത്ത പാട്ട് നമുക്ക് ആസ്വദിക്കാം. അതെ അതെ. വാചാലം എൻ മൗനവും നിൻ മൗനവും, തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും. വാചാലം 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 എൻ മൗനവും നിൻ മൗനവും, തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും. വാചാലം വാചാലം ഒരു വയൽ പക്ഷിയായി പൂഞ്ചിറകിന്മേൽ ഉയരുന്നു ഞാൻ ഉയരുന്നു. ഒരു മണിത്തെന്നലായി താഴ്
താമരയാകെ തഴുകുന്നു നീ തഴുകുന്നു മണിമുളം കുഴലിത കാടാകവേ സംഗീതം കുളിരിളം തളിരിത കാടാകവേ രോമാഞ്ചം വാചാലം എൻ മൗനവും നിൻ മൗനവും തേനൂറും പുഷ്പങ്ങളും സ്വപ്നങ്ങളും വാചാലം വാചാലം. അടിപൊളി, ഒരു നല്ല കൈഡി കൊടുക്കും കേട്ടോ. ഈ കൂടെ യാത്ര ചെയ്യുന്ന ആ ഫാമിലിയെ കൂടെ നമുക്കൊന്ന്. അതെ, തീർച്ചയായിട്ടും. വൈഫിന്റെ പേര് മീനു. മീനു. കുഞ്ഞിന്റെയോ? അമല. അമല. അപ്പൊ നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം മീനു ചേച്ചി ആൻഡ് അമലക്കുട്ട. ഹലോ ഹലോ. ഹലോ. അമലക്കുട്ടി മൈക്ക് കൊടുക്കൂ. അമ്പലക്കുട്ടി പാട്ട് പാടുവോ? നാണമാണോ? പാടുവല്ല. എല്ലാരും കണ്ടതിന് നാണോ അമലക്കുട്ടിക്ക്? അമലക്കുട്ടി എത്രല്ല പഠിക്കുന്നേ? 3-ല്. ഏത് സ്കൂളിലാണ് അമലക്കുട്ടി? അവർ ലേഡീസ്. അവർ ലേഡീസ്. അതെവിടെയാ അവർ ലേഡീസ്? തോപ്പുംപടി. തോപ്പുംപടി അവർ ലേഡീസ്. ആ, ഞാൻ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞില്ലേ തോപ്പുംപടിയിൽ അമർ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് മറ്റേ മിടുക്കിയായിട്ട് ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പാട്ടും പാടുമെന്ന് പറഞ്ഞു. ആ, ടീച്ചേഴ്സ് പാട്ടും പാടുമെന്ന് പറഞ്ഞല്ലേ? അതെ അതെ. അങ്ങനെയാണ് എനിക്ക് 2 വരി കേൾക്കണം പാട്ട്. അമലയുടെ. റെഡി 1 2 3. പാടിക്കോ. പാടിക്കോ. പൂവേ പൂവേ കാണം പൂവേ നെഞ്ചിൽ നാണം നീ വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ അഴകെ ആടിക്കണ്ണാരെ അരുകും നമ്പിളിക്കുഞ്ഞോളെ അഴകിൽ ചേർന്ന് നിൽക്കൂലേ നിലവേ വെറുതെ ആടി നിൽക്കാതെ എരിയും നൊത്തുകുടിഞ്ഞാട്ടെ മഴയിൽ ചന്തമേ എന്നുമിൽ നിന്തമേ. നന്നായിട്ട് പാടി, അടിപൊളിയായിട്ട് പാടി. മീനു പാട്ട് പാടോ? പാടില്ല. ഞാൻ കരുതിയ നിങ്ങളെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ ഡിക്സൺ പഠിപ്പിക്കുന്ന സ്കൂളിൽ ടീച്ചറായിരിക്കും. ഡിക്സന്റെ പാട്ട് കേട്ട് ഇനി പ്രേമിച്ചു വന്നാണോ? അല്ലാതെ ഡിക്സനെ പഠിപ്പിക്കുന്ന ടീച്ചറാടാ. ഡിക്സനെ പാട്ട് കേട്ട് സ്നേഹിച്ചു വന്നതാണ്. അത് സത്യമാണ്. ഉണ്ടെന്ന് മനസ്സിലായോ? സത്യമാണ്. അതെ, എവിടെ വെച്ചാ നിങ്ങൾ കണ്ടുമുട്ടിയൊക്കെ? ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്. എൻ്റെ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് അങ്ങനെ ഒരു ട്രെയിനിങ്ങിന് ഡിക്സന്റെ രക്ഷാ സ്കൂളിൽ വന്നതാണ്. അങ്ങനെ വന്ന് കണ്ട് 4 വർഷം പ്രണയിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചതാണ്. എന്നാലും ടീച്ചറെ തന്നെ പ്രേമിക്കണവരുന്നല്ലേ? ഏത് പാട്ടാ ആദ്യം ഡിക്സൺ പാടിയപ്പോ ഒരു പ്രണയം തോന്നിയത്? വാചാലം. അന്നും വാചാലമായിരുന്നു. അല്ല, ഈ പാട്ട് ഒരു സമയത്ത് ഭയങ്കര ഹിറ്റും അതുപോലെ തന്നെ ഭയങ്കര ബീറ്റുള്ള ഒരു മധുരക്കിനാവിനൊക്കെ അടുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്ന പാട്ടായിരുന്നു. ഒരു സമയത്ത് ഭയങ്കര ഹിറ്റ് പാട്ടായിരുന്നത്. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ മീനു? വർക്ക് ചെയ്യുന്നുണ്ട് ചേട്ടാ. SSK എന്ന് പറയും, സമഗ്ര ഇഷ കേരളയുടെ കീഴിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. തോപ്പുംപടി അവർ ലേഡീസിൽ അമല പഠിക്കുന്ന സ്കൂളിൽ നമുക്ക് 2 സ്കൂളാണ് അവർ പോസ്റ്റിംഗ് ആയിട്ട് തരുന്നത്. നോർമൽ സ്കൂൾ തന്നെ. അപ്പൊ നമ്മളവിടെ ഡിസബിൾഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഒരെണ്ണം അവർ ലേഡീസും ഒരെണ്ണം SVD പള്ളൂരുത്തി. ഗവൺമെന്റ് ആണോ? എയ്ഡഡ് ആണ്. നമ്മൾ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ കുറച്ച് ഇതായിട്ടൊക്കെ നിൽക്കണം. ഇപ്പോൾ PM ശ്രീ പദ്ധതി ഒക്കെ വന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് സാലറി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാലും കുഴപ്പമില്ല. കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് നല്ല. അതെ അതെ, അതൊരു പ്രത്യേകതരം ഒരു അല്ലേ, ഭയങ്കര സ്നേഹം കിട്ടുന്ന, സ്നേഹം കൊടുക്കുന്ന ഒരു ജോലിയും കൂടിയാണല്ലോ. അതും മാത്രമല്ല, ആ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ. തീർച്ചയായിട്ടും. അതിന് വേണ്ട ഞങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. ഇനി വേണ്ടി വന്നാൽ ഞങ്ങളവിടെ വരണേ വരും ആ സ്കൂളിൽ. വന്ന് സമരം ചെയ്യാം. സമരത്തിന് പ്രഖ്യാപനം മാത്രമേ വരും. പ്രഖ്യാപനം ഉണ്ടാവും, ഇവൻ പോയി ചെയ്യും. എന്നെ പറഞ്ഞുവിടില്ലേ? അപ്പൊ എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം നമുക്കതൊരു പുതിയ ശബ്ദത്തിൽ പാട്ട് കേൾക്കാൻ പറ്റി. നമുക്ക് ലാലേട്ടനെ MG ശ്രീകുമാർ പോലെ, ശ്രീകുട്ടേട്ടനെ പോലെ എനിക്ക് ഡിക്സൺ ആവട്ടെ. അതൊന്നും പറയാൻ പറ്റില്ല. സിനിമയുടെ കാര്യമൊക്കെ അങ്ങനെയാണ് അല്ലേ? അതൊന്നും പറയാൻ പറ്റില്ല. ഏത് ഒന്നും വേണ്ട, ഒരു നല്ലൊരു പടം, അതിനകത്തൊരു ഹിറ്റ് പാട്ട് ജീവിതമായില്ലേ? മതി. എല്ലാ ദിവസവും ചാർട്ട് ചെയ്ത് ഇന്ന ദിവസം ഇന്ന സ്ഥലം അവിടെ നിന്ന് ഇങ്ങനെ ഓടി നടന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തിരക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് മീനുന്റെ ശമ്പളമൊക്കെ റെഡിയാവും. അതെ, പിന്നെ ഇതൊരു പോസിറ്റീവ് ഫ്ലോറാ ബിനു ചേച്ചി. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിന്റെ വഴിക്ക്. ഒത്തിരി നാളായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വാടകയ്ക്കൊക്കെ ആയിരുന്നു താമസം. അതിനുശേഷം ഇപ്പോൾ അടുത്തായിട്ട് ഒരു വീടൊക്കെ വെച്ച് കുറച്ച്
ബാധ്യതയൊക്കെ ലോണൊക്കെ എടുത്തിട്ടാണെങ്കിലും ഇപ്പോൾ ഒരു 7-8 മാസത്തോളമായി വീട് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. കുറച്ച് ബാധ്യതകളും അങ്ങനെയൊക്കെ ഉണ്ട്. മുന്നോട്ട് പോകുന്നു. അതെല്ലാം ശരിയാവും, എല്ലാം ശരിയാവും, ഒക്കെ ശരിയാവും. ഈ പരിപാടി ടെലികാസ്റ്റ് ആവുന്നതോടുകൂടി എല്ലാം മാറും. നമ്മുടെ ട്രൂപ്പിന്റെ പേരൊന്നുള്ള പറയുക ചേട്ടാ. ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ പേര് ഡബിൾസ്. ഡബിൾസ് മാജിക് കരോക്കെ രണ്ടും കൂടി ചേർത്തുള്ളൊരു മാജിക്കും. ഒരു കാര്യം കൂടെ പറയാം, ഇപ്പം ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. ഡബിൾസ് എന്ന് പറഞ്ഞ ഷോ ബുക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിക്ഷനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം നമ്മളിവിടെ അതിന് ബന്ധപ്പെട്ട നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും. അതിൽ വിളിക്കുക, ഡിക്സാറ്റ് നമ്പറാണത്. അതിൽ വിളിച്ചാൽ മതി. ഷോ ബുക്ക് ചെയ്യാനാണെങ്കിൽ മാജിക് ഷോ കാണാനാണെങ്കിലും സ്ക്രോൾ ചെയ്തോ, വിളിക്കുക. കുറച്ച് മണിക്കൂർ എൻജോയ് ചെയ്യും ഡിക്സാറ്റിന്റെയും ഫ്രണ്ട്സിന്റെയും കൂടെ. ഓക്കെ, ഇതിന് വലുത് എന്താ വേണ്ടത്? നല്ലൊരു കൈ ഡിക്സാറ്റിന്റെ ഫാമിലിക്ക്. അപ്പോൾ താങ്ക് യു ചേട്ടാ. ഇനി നമ്മൾ കാണാം പ്രോഗ്രാമിന്, ഞങ്ങളെയും കൂടെ വിളിക്കണം. തീർച്ചയായിട്ടും. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ മക്കളെ. ഇന്നത്തെ സ്കിറ്റ് സ്പെഷ്യൽ എല്ലാം കഴിഞ്ഞു. നമുക്ക് വീട്ടിൽ പോകണം. നമുക്ക് പിന്നെ ചിരിച്ച് ക്ഷീണിച്ചു അല്ലേ? അതെ അതെ അതെ. ചേട്ടാ, ഒരു ഇടവേളയ്ക്ക് ശേഷം വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു സംഭവം? എങ്ങനെയുണ്ട്? നമ്മളിപ്പോ ഏത് റേഞ്ചിലാണ് നിൽക്കുന്നത്? നല്ല റേഞ്ചാ. കാരണം ഇപ്പോൾ തീർത്തും മോശമായ ഒരു സ്കിറ്റും ഇല്ല. എല്ലാം നല്ല ഹൈ ലെവൽ സ്കിറ്റുകളാണ്. ഒരുപാട് ചിരിച്ചു. അതെ, നമ്മുടെ കൂടെ വന്നവരും എല്ലാവരും ചിരിച്ചു. കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ അച്ഛൻ ഒരു ഇടവേളയ്ക്ക് ശേഷം അച്ഛൻ ഒരു ഗ്രൂപ്പിനെ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്റർനെറ്റ് DTP ആൻഡ് ഫോട്ടോസ്റ്റാറ്റിന്റെ വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷനാണ്. കേരളത്തിലുള്ള എല്ലാ ഭാരവാഹികളും എല്ലാവരും ഉണ്ട്. നിങ്ങൾ ഉഷാറായിട്ട് കൈയടിച്ചു. ഞങ്ങളെ ഞങ്ങളുടെ കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്തു. പോവരുത്, അടുത്ത എപ്പിസോഡിൽ കാണണം. അതെ അതെ. പിന്നെ നമുക്ക് അങ്ങോട്ട് വലിയ ഇനി കൂടുതൽ ചിരിക്കാൻ നല്ല നല്ല സ്കിറ്റുകളൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.